ഹലോ, എനിക്കിന്ന് അടിപൊളി യമണ്ട മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് വെച്ച് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. ഇപ്പോൾ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും എല്ലാം തുറന്നാൽ കാണുന്നതാണ് മാംഗോനെ കൊണ്ടുള്ള ഏറും കളിയും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ വെറൈറ്റി പിടിച്ചിട്ട് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാം. പക്ഷേ ഈ ഒരു മാംഗോ കട്ട് ചെയ്യുന്നതിൻ്റെ ഈ ഒരു പേർപ്പസ് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫ്ലോപ്പ്. പക്ഷേ ഞാൻ രണ്ടാമതും ട്രൈ ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ മാംഗോസ് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടെടുത്തു. നല്ല മധുരമുള്ള മാങ്ങ ആയിക്കൊണ്ട് ഞാൻ 2 സ്പൂണേ പഞ്ചസാര ഇട്ടെടുത്തിട്ടുള്ളൂ. പിന്നെ അതിൽ ഒരു ഉറുമ്പിനെ ഞാൻ കണ്ടിനി. പിന്നെ അതിനെ കൊണ്ടുള്ള കമൻസ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ അതിനെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മുടെ മാംഗോ അരച്ചെടുക്കാൻ. പിന്നെ അവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കേക്ക് ആക്കുമ്പോൾ ബാക്കിയുണ്ടായ വിപ്പിംഗ് ക്രീം, ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സ്റ്റിഫ് ബീറ്റ് ഒന്നും ആവണ്ട, ഒന്ന് ഫോം ആയി കിട്ടിയാൽ. പിന്നെ ഞാൻ എടുത്ത ബൗൾ ചെറുതായതുകൊണ്ട് പിന്നെ നമുക്ക് മിക്സ് ചെയ്യേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഞാൻ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ക്രീം ഒഴിച്ചു കൊടുക്കുക, പിന്നെ നമ്മുടെ മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കുക, പിന്നെ നമുക്ക് ആവശ്യത്തിലധികം നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക, പിന്നെ അമൂലിൻ്റെ ഒരു പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഒരു വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. സോറി, ഒരു വാനില എസൻസ് അല്ല, കുറച്ച് ഒരു മൂടിക്കകത്ത് കുറച്ച് വാനില എസൻസ് വെച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ഇട്ട് വെള്ളി. ഇനി നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കണം. അതും ഞാൻ മഞ്ഞമയാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ മാംഗോസ് കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചങ്ക്സ് ആയിട്ട് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താ സെയിം പ്രോസസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞാനൊരു ക്ലീൻ റാപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേണം ഫ്രീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് നമ്മൾ എന്നത്തെയും പോലെ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിലധികം മാംഗോസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാം അതിലോട്ട് ഇട്ടിട്ട് നമ്മുടെ ക്രീം ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒട്ടും തന്നെ വാട്ടർ കണ്ടന്റ് ഉണ്ടാവാൻ പറ്റൂല നമ്മുടെ ഐസ്ക്രീമിൽ. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് റാപ്പ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നാളെ വേണം തുറന്നു നോക്കാൻ വേണ്ടിയിട്ട്. എന്താവുമെന്ന് അറിയില്ല. അപ്പം ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.